ഈ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും അതിൽ നിന്ന് ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. യാന്ത്രികോർജം എന്തായിട്ട് മാറുന്നു? വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഹലോ, നമസ്കാരം. എൻട്രിയുടെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും മറ്റൊരു ഫിസിക്സ് ചോദ്യപേപ്പർ അപഗ്രഥന സെഷനിലേക്ക് സ്വാഗതം. ഞാൻ സന്തോഷ് സേതുമാധവൻ. പരീക്ഷകളുടെ ഒരു കാലമാണ്. അടുപ്പിച്ചടുപ്പിച്ച് പല ലെവലിലുള്ള പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. PSC പരീക്ഷകൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളാണ് എൻട്രിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൊട്ടു മുമ്പ് നടന്ന 2 പരീക്ഷയിലെ ഫിസിക്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. LGSന്റെ പരീക്ഷ വിവിധ ഘട്ടങ്ങളായിട്ട് നടക്കുന്നു. ഫേസ് 1-ൽ വന്ന ചോദ്യങ്ങൾ, ഫിസിക്സ് ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരള ബാങ്ക് OA എക്സാമിൽ വന്ന ഫിസിക്സ് ചോദ്യം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും അതിൽ നിന്ന് ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത പരീക്ഷകൾ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം LGS ഫേസ് 1-ലെ ക്വസ്റ്റ്യൻ ആണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സ് പൊതുവേ നമ്മളെ ഈ അടുത്ത കാലത്തൊന്നും അത്ര കുഴപ്പിച്ചിട്ടില്ല. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏത് എന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഊർജ്ജ പരിവർത്തനവും എന്ന് പറഞ്ഞ് വളരെ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട്. എൻട്രിയുടെ ക്ലാസ്സുകളിൽ നമ്മൾ പല തവണയായിട്ട് റെക്കോർഡഡ് സെഷനിലും ലൈവ് സെഷനിലും അതേപോലെ തന്നെ ക്രാഷ് സെഷനിലും റിവിഷനിലും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും ഒക്കെ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം. അതല്ലെങ്കിൽ പൊതുവെ എല്ലാ ഉപകരണങ്ങളും എടുത്ത് അതിലൊക്കെ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരുന്നു ജനറേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ ശരി ഉത്തരം. ഇവിടെ കുറേ പേര് ഇതിന് ശരി ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇനി ആർക്കെങ്കിലും ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏതൊരു ഉപകരണം പറഞ്ഞാലും ആ ഉപകരണത്തിന് കൊടുക്കുന്നത് ഏത് ഊർജ്ജ രൂപമാണ്, അതിൽ നിന്ന് പുറത്തോട്ടെടുക്കുന്നത് ഏത് ഊർജ്ജ രൂപമാണ് എന്ന് ചിന്തിച്ചാൽ മതി. ഇതിനിടയിലുള്ള പ്രവർത്തനമൊന്നും നമുക്ക് വിഷയമല്ല. ഏത് ഊർജ്ജ രൂപം അതിലേക്ക് കൊടുക്കുന്നു, ഏതെടുക്കുന്നു എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ജനറേറ്ററാണ്. അപ്പോൾ എന്തിനാ ജനറേറ്റർ ഉപയോഗിക്കുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? പുറത്തേക്ക് കിട്ടുന്നത് വൈദ്യുതിയാണ്, വൈദ്യുതോർജ്ജമാണ്. ശരി, അപ്പോൾ എന്താണ് ആ ജനറേറ്ററിലേക്ക് കൊടുക്കുന്നത്? അതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എല്ലാ ജനറേറ്ററിനും ഒരു പൊതു സ്വഭാവമുണ്ട്. ജനറേറ്റർ കറക്കി കൊടുത്താലാണ് വൈദ്യുതി കിട്ടുന്നത്. ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യാം. ജനറേറ്ററിന് ഒരു കറങ്ങുന്ന ഭാഗം ഉണ്ടാവും, ഒരു റോട്ടർ ഉണ്ടാവും. ആ ഭാഗം കറക്കി കൊടുത്താലാണ് ആ ജനറേറ്റർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ജനറേറ്റർ കറക്കാൻ വേണ്ടി പല മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കും. എന്താണ്? അതിശക്തമായ വെള്ളത്തിൻ്റെ പ്രവാഹം കൊണ്ട് ജനറേറ്റർ കറക്കും. ടർബൈൻ കറക്കി ജനറേറ്റർ കറക്കും. അതല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ജനറേറ്റർ കറക്കും. പെട്രോൾ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ജനറേറ്റർ കറക്കാം. പല നീരാവിയുടെ അതിശക്തമായ പ്രവാഹത്തിൽ ജനറേറ്റർ കറക്കാം. എങ്ങനെയായാലും ജനറേറ്റർ കറക്കണം, റൊട്ടേറ്റ് ചെയ്യണം. കറക്കുക, റൊട്ടേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് യാന്ത്രികോർജമാണ്. ഒരു വസ്തു വട്ടത്തിൽ കറങ്ങുന്നതോ നീങ്ങുന്നതോ നിരങ്ങുന്നതോ ഒക്കെ ഏത് ഊർജത്തിൻ്റെ സഹായത്തോടെയാണ്? യാന്ത്രികോർജത്തിൻ്റെ സഹായത്തോടെയാണ്. അതായത് ഒരു ജനറേറ്ററിലേക്ക് കൊടുക്കുന്നത് യാന്ത്രികോർജം, അതിൽ നിന്ന് കിട്ടുന്നത് വൈദ്യുതോർജം. അപ്പോൾ ജനറേറ്റർ എന്ത് ചെയ്യുന്നു? യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും, ഇതുപോലെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇൻപുട്ട് ഏതാണ്, ഔട്ട്പുട്ട് ഏതാണ് എന്ന് നോക്കുക. ഏത് ഊർജ്ജമാണ് ഇൻപുട്ട്, ഏതാണ് ഔട്ട്പുട്ട് എന്ന് നോക്കുക. ഇതുപോലെ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മോട്ടോർ എന്ന് പറയുന്ന ഉപകരണം, വൈദ്യുത മോട്ടോർ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ വൈദ്യുത മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം, ഫാൻ ഒരു ഉദാഹരണമാണ്. എന്ത്? ഫാൻ ഒരു ഉദാഹരണമാണ്. ഫാൻ വരാം. അപ്പോൾ നമ്മളവിടെ ചിന്തിക്കുക, ഇപ്പോൾ ഫാനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളെങ്ങനെ ആലോചിക്കേണ്ടത്? ഫാനിലേക്ക് എന്താ കൊടുക്കുന്നത്? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫാനിൽ എന്താ കൊടുക്കുന്നത്? നമ്മൾ വൈദ്യുതോർജ്ജം ഫാനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വൈദ്യുതോർജ്ജം കൊടുത്തിട്ട് ഫാൻ എന്ത് ചെയ്യുന്നു? കാറ്റ് തരുന്നു. അങ്ങനെയല്ലേ കുറച്ച് പേര് ചിന്തിച്ചത്? കാറ്റ് തരുന്നത് എപ്പോഴാണ്? ഫാൻ കറങ്ങുമ്പോഴാണ്.
അല്ലെ? കാറ്റ് ഒരു ഊർജ്ജ രൂപമാണ്, പക്ഷെ കാറ്റ് കിട്ടാൻ കാരണമാവുന്നത് ഫാൻ കറങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ്. കറങ്ങുക എന്ന് പറഞ്ഞാൽ ഏത് ഊർജ്ജമാണെന്ന് നേരത്തെ പറഞ്ഞു. ഏത് ഊർജ്ജമാണ്? അത് യാന്ത്രികോർജ്ജമാണ്. അപ്പോൾ വൈദ്യുതോർജ്ജം കൊടുത്ത് ഫാൻ കറങ്ങുന്നു അഥവാ യാന്ത്രികോർജ്ജം നൽകുന്ന ഉപകരണമാണ് മോട്ടോർ, വൈദ്യുത മോട്ടോർ അല്ലെങ്കിൽ വൈദ്യുത മോട്ടോർ വെച്ച് പ്രവർത്തിക്കുന്ന ഏത് ഉപകരണവും. നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം താഴെ നിന്ന് മുകളിലേക്ക് ടാങ്കിലേക്ക് അടിച്ചു കയറ്റാൻ ഉപയോഗിക്കുന്ന മോട്ടോറില്ലേ, ഹൈഡ്രോളിക് മോട്ടോർ, അവിടെ ഇത് തന്നെയാണ് പ്രവർത്തനം. ഏതാണ് ഇവിടെ? രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. രണ്ടാമത്തെ ഓപ്ഷൻ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കുന്ന ഒരു ഉപകരണമാണ് ഇത്, ഫാൻ. ഇനി ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്ന ആളെ ഒന്ന് പരിശോധിച്ചേ. വൈദ്യുതോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്നു. അതെവിടെയാണ് നടക്കുന്നത്? വൈദ്യുതോർജ്ജം രാസോർജ്ജമാക്കി നടക്കുന്നത്. അങ്ങനെയുള്ള ഉപകരണം, രാസോർജ്ജം വൈദ്യുതോർജ്ജം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഉപകരണം അറിയാമോ? നമ്മുടെയൊക്കെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ ബാറ്ററി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നാണ് അതിൻ്റെ ശരിക്കും പേര്. അതിനെ ബാറ്ററി എന്ന് നമ്മൾ വിളിക്കും. ഈ ബാറ്ററി ചാർജ് ചെയ്യും, അല്ലേ? നമ്മൾ മൊബൈൽ കുത്തിയിട്ടിട്ട് ആ ബാറ്ററി ചാർജ് ചെയ്യും. എന്നിട്ട് ആ ചാർജിലാണ് നമ്മുടെ മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ടാണ് മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത്. ഈ ബാറ്ററി എന്താണ്? ബാറ്ററി എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഉപകരണമാണ്. വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി സ്റ്റോർ ചെയ്യുന്ന ഉപകരണമാണ് ആര്? ഒരു ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. നമ്മൾ അതിനെ എന്ത് പേരിൽ ഇങ്ങനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ, ബാറ്ററി എന്നുള്ള പേരിൽ വിളിക്കുന്നു എന്നേ ഉള്ളൂ. എന്താണ് അതിൻ്റെ പേര്? വൈദ്യുത രാസ സെൽ എന്നാണ് അയാളുടെ പേര്. നമ്മുടെ ഫോണിലുള്ള ലിഥിയം അയോൺ ബാറ്ററി വൈദ്യുത രാസ സെൽ ആണ്. അതേപോലെ തന്നെ നമ്മൾ ടോർച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, വാച്ചിലുള്ള ബാറ്ററി, ഇതെല്ലാം എവിടെയൊക്കെ നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ടോ അതിലൊക്കെ നമ്മൾ ഈ ബാറ്ററികൾ ഉപയോഗിക്കുന്നുണ്ട്. അത് വൈദ്യുതോർജ്ജത്തെ അതിൽ രാസോർജ്ജമായിട്ട് സംഭരിച്ചു വെക്കും. ആവശ്യം വരുമ്പോൾ ഈ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമായിട്ട് തിരിച്ചു തരും. അങ്ങനെയാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ടോർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി ഒരു തവണ ഉപയോഗിച്ചാൽ തീർന്നു പോകും. ആ ബാറ്ററി എന്താ ചെയ്യുന്നത്? അതിൽ സംഭരിച്ച് വെച്ച രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അത് തീർന്നു പോകുമ്പോൾ അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററി അങ്ങനെയല്ല. തീരുമ്പോൾ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാം, വീണ്ടും അതിൽ എന്ത് ചെയ്യാം? വൈദ്യുതോർജ്ജം സംഭരിച്ച് വെക്കാം. അപ്പോൾ ആ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് PSC പുതുതായിട്ടുണ്ടാക്കിയ ചോദ്യമൊന്നുമല്ല, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് SCERT ടെക്സ്റ്റ് ബുക്ക്, കേരള സിലബസിലെ ടെക്സ്റ്റ് ബുക്ക് നോക്കിപ്പോയാൽ ഈസി ആയിട്ട് പരീക്ഷ എഴുതാം. 9ാം ക്ലാസ്സിലെ ഊർജ്ജതന്ത്രം, പ്രവൃത്തി, ഊർജം, പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് 98 ഈ ഊർജ്ജമാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉപകരണങ്ങളിലെ ഊർജ്ജമാറ്റം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വൈദ്യുത ജനറേറ്റർ അതിലുണ്ട്, ഫാൻ അതിലുണ്ട്. പിന്നെ ഒരെണ്ണം ഏതാ നോക്കൂ, ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടിയൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി വെറുതെ. എന്താണ് അതിൻ്റെ ഉപയോഗം? ഇസ്തിരിപ്പെട്ടിയിലേക്ക് കറണ്ട് കൊടുക്കുന്നു, ചൂടാണ് കിട്ടുന്നത്, ശരിയല്ലേ? ഇസ്തിരിപ്പെട്ടിയിൽ നിന്ന് താപോർജ്ജമാണ് കിട്ടുന്നത്. അപ്പോൾ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ആ ഉപകരണം ഇതിലേക്ക് എന്ത് കൊടുക്കുന്നു, എന്ത് കിട്ടുന്നു എന്ന് ചിന്തിക്കുക. ബൾബ്, ഇപ്പോൾ വൈദ്യുത ബൾബ്, അതെ, പലതരം ബൾബുകളുണ്ട്, അല്ലെ? ഫിലമെൻ്റ് ലാമ്പ് ഉണ്ട്, LED ലാമ്പ് ഉണ്ട്, വേറെ ഒരുപാട് തരത്തിൽ CFL ഉണ്ട്. ഇങ്ങനെയുള്ള ഏത് ബൾബായാലും വൈദ്യുതി കൊടുക്കുന്നു, പ്രകാശം തരുന്നു. അപ്പോൾ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള വിവരങ്ങളാണ്, ഇത് അറിഞ്ഞിരിക്കുക. കുറച്ച് 1-2 അനുബന്ധ വിവരങ്ങൾ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു. മറ്റ് ചില ഉപകരണങ്ങളെ ചോദിക്കാം. മറ്റ് ചില ഉപകരണങ്ങൾ ചോദിക്കുന്നതിൽ ഒന്ന് മൈക്രോഫോൺ എന്ന് പറയുന്ന ഉപകരണം. പിന്നെ ഒരാൾ ലൗഡ് സ്പീക്കർ, മറ്റൊരു ഉപകരണം. മൈക്രോഫോണും ലൗഡ് സ്പീക്കറും, ഈ 2 ഉപകരണങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം അത് ശ്രദ്ധിച്ചാൽ മതി. പ്രവർത്തനം മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരുന്നില്ലെങ്കിലും ഊർജ്ജമാറ്റം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മൈക്രോഫോൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു മൈക്രോഫോണില്ല, എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു മൈക്രോഫോണാണ്. മൈക്ക് എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന സംഗതിയാണ് ഈ മൈക്രോഫോൺ. ഈ മൈക്രോഫോണിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന മൈക്രോഫോണിൽ ശബ്ദം ചെന്ന് തട്ടുന്ന ഒരു ഭാഗമുണ്ട്, ഡയഫ്രം എന്ന് പറയും. അതിൻ്റെ പേരെന്താണ്? ഡയഫ്രം. ആ ഡയഫ്രം എൻ്റെ ശബ്ദം ചെന്ന് തട്ടുമ്പോൾ കമ്പനം ചെയ്യും. ഡയഫ്രം അവിടെ കിടന്ന് കമ്പനം ചെയ്യും. അപ്പം ഞാൻ സത്യത്തിൽ എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മുന്നിലുള്ള മൈക്രോഫോണിൻ്റെ ഡയഫ്രത്തെ ഞാൻ കമ്പനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കമ്പനം ചെയ്യുന്ന ഡയഫ്രം അതിന് തുല്യമായ വൈദ്യുത സിഗ്നൽ ഉണ്ടാക്കും.
അതവിടെ കിടന്ന് കമ്പനം ചെയ്യുമ്പോൾ അവിടെ ഒരു കാന്തിക മണ്ഡലമൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലെ സ്ട്രക്ചറാണ്, അതിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അത് അവിടെ കിടന്ന് കമ്പനം ചെയ്യുമ്പോൾ ആ കമ്പനത്തിന് തുല്യമായ വൈദ്യുത തരംഗം ആരുണ്ടാക്കും? ഈ കുഞ്ഞു മൈക്രോഫോൺ ഉണ്ടാക്കും. അപ്പോൾ എന്താ മൈക്രോഫോൺ ചെയ്യുന്നത്? കമ്പനം ചെയ്ത് വൈദ്യുതോർജ്ജം ഉണ്ടാക്കുന്നു. കമ്പനം ചെയ്ത് വൈദ്യുതോർജ്ജം ഉണ്ടാക്കുന്നു. കമ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അനങ്ങലല്ലേ, ചലനമല്ലേ കമ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പം ചലനം എന്ന് പറഞ്ഞാൽ ഏത് ഊർജ്ജമാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, കറങ്ങുക, നീങ്ങുക, നിരങ്ങുക, കമ്പനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ചലനമാണ്. ചലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജം യാന്ത്രികോർജ്ജമാണ്. അപ്പം ഇവിടെ നടക്കുന്നത്, ഈ മൈക്രോഫോണിൽ നടക്കുന്നത്, ഞാൻ കൊടുക്കുന്ന യാന്ത്രികോർജ്ജം, ശബ്ദം വഴി ഞാൻ കൊടുക്കുന്ന യാന്ത്രികോർജ്ജം, കമ്പനം വൈദ്യുത സിഗ്നലാക്കിയിട്ട് മാറ്റുവാണ്, വൈദ്യുതോർജ്ജമാക്കി മാറ്റുവാണ്. അപ്പം മൈക്രോഫോണിൽ നടക്കുന്നത് എന്താണ്? യാന്ത്രികോർജ്ജം. യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറുന്നു? വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. കാര്യം മനസ്സിലായോ? ഉദാഹരണ സഹിതം ചിന്തിക്കുക. ഇതേ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന വേറൊരാളെ നമ്മൾ തൊട്ടു മുമ്പ് കണ്ടു. ആരാണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ജനറേറ്റർ, വൈദ്യുത സിഗ്നൽ ഉണ്ടാക്കുന്ന ജനറേറ്ററിൻ്റെ അതേ ഊർജ്ജ പരിവർത്തനമാണ് ആർക്കുള്ളത്? മൈക്രോഫോണിനുള്ളത്. ഇതിന് നേരെ തിരിച്ചാണ് ലൗഡ് സ്പീക്കർ. അടുത്ത ആളെ നോക്കുക. ഇതിന് നേരെ തിരിച്ചാണ് ലൗഡ് സ്പീക്കർ. എന്താ ലൗഡ് സ്പീക്കർ? ഈ മൈക്രോഫോണിലൂടെ സംസാരിക്കുന്നത് നേരെ ഒരു സ്പീക്കറിലേക്ക് കൊടുത്താൽ ആ സ്പീക്കറിൽ ഉച്ചത്തിൽ കേൾക്കാൻ പറ്റും. പലതരത്തിലുള്ള സ്പീക്കറുണ്ട്. പെട്ടി പോലെയുള്ള സ്പീക്കറുണ്ട്, കോളാമ്പി പോലെയുള്ള സ്പീക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്പീക്കറെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ലൗഡ് സ്പീക്കർ എന്ന് പറയാം. ലൗഡ് സ്പീക്കറിൽ എന്താ നടക്കുന്നത്? ഞാനിവിടെ സംസാരിച്ച് എൻ്റെ ശബ്ദത്തിന് തുല്യമായ വൈദ്യുത തരംഗം എവിടേക്ക് പോകുന്നു? ഈ ലൗഡ് സ്പീക്കറിലേക്ക് പോകുന്നു. ലൗഡ് സ്പീക്കറിലേക്ക് എത്തുന്നത് അപ്പം എന്താണ്? വൈദ്യുത തരംഗമാണ്. ലൗഡ് സ്പീക്കറിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്നത് എന്താണ്? പുറത്തേക്ക് കിട്ടുന്നത് ശബ്ദം. ആ ശബ്ദം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ലൗഡ് സ്പീക്കറിൽ ഒരു ഡയഫ്രം ഉണ്ട്. നേരത്തെ മൈക്രോഫോണിൽ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ലൗഡ് സ്പീക്കറിൽ ഒരു വിറയ്ക്കുന്ന ഭാഗമുണ്ട്, ഒരു കമ്പനം ചെയ്യുന്ന പാർട്ടുണ്ട്. ലൗഡ് സ്പീക്കറിനകത്ത് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ഗാനമേളയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ വലിയ ബോക്സുകളില്ലേ, സൗണ്ട് ബോക്സുകളില്ലേ, അതിനടുത്ത് പോയി നോക്കി അതിങ്ങനെ വിറയ്ക്കുന്നത് കാണാം. വൈബ്രേഷൻ ഫീൽ ചെയ്യുക. അടുത്ത് നിന്നാലേ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡയഫ്രം കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നുണ്ടാക്കുന്ന വൈദ്യുത സിഗ്നൽ ലൗഡ് സ്പീക്കറിൽ എത്തിയപ്പോൾ ലൗഡ് സ്പീക്കർ വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ വൈദ്യുത സിഗ്നൽ സ്വീകരിച്ച്, അപ്പോൾ ഏത് ഊർജ്ജമാണ്? വൈദ്യുത സിഗ്നൽ സ്വീകരിച്ച് വൈബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏത് ഊർജ്ജമായിട്ട് മാറി? യാന്ത്രികോർജ്ജമായിട്ട് മാറി. ആ യാന്ത്രികോർജ്ജമാണ് പിന്നെ ശബ്ദമാവുന്നത്. യാന്ത്രികോർജ്ജത്തിന് തുല്യമായ ശബ്ദമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു? യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. എവിടെ? ലൗഡ് സ്പീക്കറിൽ. ഇത് ഏതിന് തുല്യമാണ്? ഫാനിന് തുല്യമല്ലേ? മോട്ടോർ, ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുത മോട്ടോറാണ്, മോട്ടോറിന് തുല്യമാണ്. അപ്പോൾ ഇതൊക്കെ വരാവുന്ന ചോദ്യങ്ങളാണ്. മൈക്രോഫോണും ലൗഡ് സ്പീക്കറും മുൻപ് പല ചോദ്യപേപ്പറുകളിലും സ്ഥിരമായിട്ട് PSC ചോദിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇനിയും ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനും കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ പരമാവധി ഉപകരണങ്ങൾ, നമ്മുടെ ചുറ്റും കാണുന്ന ഉപകരണങ്ങളൊക്കെ ഒന്ന് ചുറ്റും നോക്കിയിട്ട് അതിലൊക്കെ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. സംഭവം സിമ്പിളാണ്. അകത്തേക്ക് കൊടുക്കുന്നത് എന്താ, പുറത്തേക്ക് കിട്ടുന്നത് എന്താ എന്ന് ആലോചിച്ചാൽ മതി. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് എന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ശബ്ദം വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കാണ്. ആ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യം ഉണ്ടാവും എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 3 സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വെറുതെ ശബ്ദത്തെക്കുറിച്ചൊന്ന് കേട്ടു പരിചയമുള്ള ആളുകൾക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശരിയാണോ തെറ്റാണോ? വസ്തുക്കളുടെ അല്ലെങ്കിൽ കണങ്ങളുടെ കമ്പനം മൂലമാണ് എന്തുണ്ടാവുന്നത്? ശബ്ദം ഉണ്ടാവുന്നത്. ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശരിയാണോ തെറ്റാണോ? ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കില്ല എന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മാധ്യമം ആവശ്യമാണ്. വായു വേണം, വെള്ളം വേണം, അല്ലെങ്കിൽ ഖരവസ്തുക്കൾ വേണം. ശൂന്യതയിലൂടെ ശബ്ദത്തിന് പോകാൻ പറ്റില്ല. കാരണം ശൂന്യതയിൽ കമ്പനം ചെയ്യാനുള്ള വസ്തുക്കളില്ല. അത്രയേ ഉള്ളൂ. മാധ്യമം വേണമെന്ന് പറഞ്ഞ ഒരു മീഡിയത്തിലൂടെ മാത്രമേ ശബ്ദത്തിന് പോകാൻ പറ്റൂ. അവിടെ എന്ത് വേണം? അവിടെ തന്മാത്രകൾ വേണം, കണങ്ങൾ വേണം. ആ കണങ്ങൾ കമ്പനം ചെയ്താലേ ശബ്ദത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ.
അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്, ശരിയാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെയാണ് എന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? മനുഷ്യൻ്റെ ശ്രവണ പരിധി, ഓഡിബിൾ റേഞ്ച്, മനുഷ്യന് കേൾക്കാവുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്, ആവൃത്തി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. കൃത്യമല്ലേ? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇതിൽ 2000 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. 1ഉം 2ഉം മാത്രം ശരിയാണ്, ഓപ്ഷൻ ബി. 1ഉം 2ഉം മാത്രം ശരിയാണ്, ഓപ്ഷൻ ബി തിരഞ്ഞെടുക്കുന്നു. ഒരു പ്രശ്നവും ഇല്ലല്ലോ. ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, കേരള സിലബസ് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്റർ, പേജ് 264, 269, 272. ഇവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അതിലൊന്ന് നോക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ഭാഗമാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകൾ. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക. എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്? എൻ്റെ വോക്കൽ കോഡിനകത്ത്, എൻ്റെ ഈ തൊണ്ടയ്ക്കകത്ത് കമ്പനം ചെയ്യുന്നുണ്ട്. അതിനകത്ത് വായുവുണ്ട്, വായു കമ്പനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വോക്കൽ കോഡ് കമ്പനം ചെയ്ത് സ്വനപേടകം എന്നാ പറയും അല്ലെ മലയാളത്തിൽ. സ്വനപേടകം അകത്ത് കിടന്ന് കമ്പനം ചെയ്ത് വായുവിലേക്ക് ആ കമ്പനം ട്രാൻസ്ഫർ ചെയ്ത് പുറത്തേക്ക് വായുവിലൂടെ ഇങ്ങനെ വന്ന് ഈ മൈക്രോഫോൺ വഴി, ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോഫോണിലൂടെ ഊർജ്ജ പരിവർത്തനമൊക്കെ നടന്നാണ് എവിടെ എത്തുന്നത്? നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. ഏത് ശബ്ദവും അങ്ങനെ ഒരു മാധ്യമത്തിലൂടെയാണ് വരുന്നത്. വസ്തുക്കൾ കമ്പനം ചെയ്താണ് വരുന്നത്. താഴത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം അത്യാവശ്യമാണ്, അഥവാ ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കില്ല, നമ്മൾ പറഞ്ഞു. പിന്നെ ഓഡിബിൾ റേഞ്ചിനെ കുറിച്ച്, ശ്രവണ പരിധിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ടെക്സ്റ്റ് ബുക്കിലെ. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു ശ്രവണ പരിധി എന്ന് പറയുന്നത്. 20 ഹെർട്സിന് താഴെ നമ്മൾ കേൾക്കില്ല, 20,000 ഹെർട്സിന് മുകളിൽ നമ്മൾ കേൾക്കില്ല. ഈ 20 ഹെർട്സിന് താഴെയാണ് ഇൻഫ്രാസോണിക് ശബ്ദം, 20,000-ന് മുകളിലാണ് അൾട്രാസോണിക് ശബ്ദം. ഹേർട്സിൽ അളക്കുന്നത് ശബ്ദത്തിൻ്റെ ആവൃത്തിയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഹേർട്സിൽ അളക്കുന്നത് ശബ്ദത്തിൻ്റെ ആവൃത്തിയാണ്. ഈ 20 to 20,000 എന്നുള്ളതിന് ചിലപ്പോൾ 20 കിലോ ഹേർട്സ് എന്ന് എഴുതും. 20 മുതൽ 20 കിലോ ഹേർട്സ് വരെ ആണ് ശബ്ദപരിധി. ശരിയാണ്. 20 കിലോ എന്ന് പറഞ്ഞാൽ 20,000 ആണ്, കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ മാറിപ്പോകരുത്. ഈ 20-ന് താഴെയുള്ള ഇൻഫ്രാസോണിക് ശബ്ദം, അതിനെക്കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട് മുൻപ്. ഈ അടുത്ത പരീക്ഷകളിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു ചോദ്യം വന്നത് ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ചാണ്. ഭൂകമ്പ തരംഗങ്ങൾ ഏത് തരം തരംഗങ്ങളാണ്? ഇൻഫ്രാസോണിക് ആണ് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദമാണ്. വവ്വാലിൻ്റെ സ്ഥിരം ചോദ്യമാണ്. വവ്വാലിന് അൾട്രാസോണിക് ശബ്ദം ഉണ്ടാക്കാനും സാധിക്കും, കേൾക്കാനും സാധിക്കും. ഏതാണ് ഈ അൾട്രാസോണിക് ശബ്ദം? 20,000 ഹെർട്സിന് മുകളിൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത അൾട്രാസോണിക് ശബ്ദം വവ്വാലുകൾക്ക് ഉണ്ടാക്കാനും അതേപോലെ തന്നെ കേൾക്കാനും സാധിക്കും. അത് വെച്ചാണ്, അൾട്രാസോണിക് ശബ്ദം വെച്ചാണ് വവ്വാലുകൾ രാത്രി സഞ്ചരിക്കുന്നത്. മറ്റ് ജീവികളെ കൂടെ ശ്രദ്ധിക്കുക. പ്രാവുകൾക്ക് ഇൻഫ്രാസോണിക് ശബ്ദം കേൾക്കാൻ പറ്റും, ആനയ്ക്ക് ഇൻഫ്രാസോണിക് ശബ്ദം കേൾക്കാൻ പറ്റും, തിമിംഗലത്തിന് ഇൻഫ്രാസോണിക് ശബ്ദം കേൾക്കാൻ പറ്റും, നിശാശലഭങ്ങൾക്കും എലികൾക്കുമൊക്കെ അൾട്രാസോണിക് ശബ്ദം കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അൾട്രാസോണിക്, ഇൻഫ്രാസോണിക് ശബ്ദ പരിധി ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ 2-3 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടല്ലോ. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്, ശബ്ദം ഏത് തരംഗമാണ്? ശബ്ദം അനുദൈർഘ്യ തരംഗമാണോ അനുപ്രസ്ഥ തരംഗമാണോ? ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഒരു അനുദൈർഘ്യ തരംഗമാണ്. അനുദൈർഘ്യ തരംഗമാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയും ശബ്ദം അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശബ്ദത്തിൻ്റെ കമ്പനം നടക്കുന്നത് ഇങ്ങനെ ആണ് വരച്ച് കാണിക്കുക. ഇങ്ങനെ കുറേ അടുത്തടുത്തുള്ള കുറേ ലൈൻ വരയ്ക്കും, പിന്നെ വിട്ടുള്ള കുറേ ലൈൻ വരയ്ക്കും, വീണ്ടും അടുത്തടുത്തുള്ള ലൈൻ വരയ്ക്കും. ഇങ്ങനെയാണ് അത്ര ശബ്ദം കമ്പനം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താണിത്? ഈ അടുത്തടുത്തുള്ള ലൈനുള്ള ഭാഗം ഇതിന് ഉച്ചമർദ്ദ മേഖല എന്ന് പറയും. അടുത്ത പാർട്ടിനെ നീചമർദ്ദ മേഖല എന്ന് പറയും. വീണ്ടും ഉച്ചമർദ്ദ മേഖല, നീചമർദ്ദ മേഖല, ഉച്ചമർദ്ദ മേഖല, നീചമർദ്ദ മേഖല. ഇങ്ങനെ കംപ്രഷൻ റയർ ഫ്രാക്ഷൻ, കംപ്രഷൻ റയർ ഫ്രാക്ഷൻ, ഇങ്ങനെയാണ് ശബ്ദം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന തരംഗം അനുദൈർഘ്യ തരംഗമാണ്. അപ്പോൾ വേറെ തരംഗം ഏതാണുള്ളത്? വേറെ തരംഗം ഏതാണുള്ളത്? അനുപ്രസ്ഥ തരംഗമുണ്ട്.
അനുപ്രസ്ഥ തരംഗം. അനുപ്രസ്ഥ തരംഗം അത് പ്രകാശമാണ് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത്. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം പ്രകാശമാണ്. നമ്മൾ സാധാരണ തരംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു തരംഗമല്ലേ ഇതാണ് അനുപ്രസ്ഥ തരംഗം. ഇതാണിത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പ്രകാശവും പ്രകാശത്തിൻ്റെ കുടുംബവും മുഴുവൻ അനുപ്രസ്ഥ തരംഗം. ഏതാ പ്രകാശത്തിൻ്റെ കുടുംബം? പ്രകാശത്തിൻ്റെ ഇടത്തും വലത്തും വരുന്ന കുറേ പേരുണ്ട്. ദൃശ്യപ്രകാശത്തിൻ്റെ അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, എക്സ്റേ, ഗാമാറേ, റേഡിയോ തരംഗങ്ങൾ എന്നൊക്കെ പറയുന്നവരൊക്കെ ഈ താഴത്തെ അനുപ്രസ്ഥ തരംഗത്തിൽ വരുന്നവരാണ്. ശബ്ദതരംഗം, അതേപോലെ നേരത്തെ പറഞ്ഞ ഭൂകമ്പ തരംഗം, അതൊക്കെ ഇതിൽ വരുന്നതാണ്, അനുദൈർഘ്യ തരംഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. പ്രകാശത്തിന് കടന്നു പോകാൻ മാധ്യമം വേണം. മാധ്യമത്തിൻ്റെ കട്ടി കൂടുന്തോറും, മാധ്യമത്തിൻ്റെ സാന്ദ്രത കൂടുന്തോറും ശബ്ദത്തിന് വേഗത കൂടും. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പം മാധ്യമം വേണമെന്ന് പറഞ്ഞു. വായു ഒരു മാധ്യമമാണ്, ശബ്ദം അതിലൂടെ സഞ്ചരിക്കും. വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, 340 മീറ്റർ/സെക്കൻഡ് എന്ന് പറയാറുണ്ട്. വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് വന്നാൽ വെള്ളത്തിൽ വായുവിനേക്കാൾ സാന്ദ്രതയുണ്ട്, കട്ടി കൂടുതലാണ്. അവിടെ ശബ്ദത്തിന് വേഗത കൂടും. ശബ്ദത്തിൻ്റെ വേഗത അവിടെ 1500-നടുത്തെത്തും. ശബ്ദത്തിന് വേഗത കൂടും. അതേപോലെ വെള്ളത്തിൽ നിന്നൊരു ഖരവസ്തുവിലേക്ക് വന്ന ഇരുമ്പ്, ചെമ്പ് ഇങ്ങനെയുള്ള വസ്തുക്കളിലൂടെ ശബ്ദം സഞ്ചരിക്കുമ്പോൾ നല്ല സ്പീഡാണ്, 5000 മീറ്റർ/സെക്കൻഡിനടുത്ത് സ്പീഡ് വരും. അപ്പം എന്താ സംഭവിക്കുന്നത്? കട്ടി കൂടിയ മാധ്യമത്തിലേക്ക് പോകുന്തോറും ശബ്ദത്തിന് വേഗത കൂടിക്കൂടി വരും. കാരണം കമ്പനം കൂടിക്കൂടി വരും. കണികകളുടെ എണ്ണം കൂടി വരുമ്പോൾ കമ്പനം കൂടിക്കൂടി വരും. ഇതാണ് സംഭവിക്കുന്നത്. പ്രകാശം അങ്ങനെയല്ല. പ്രകാശം നേരെ തിരിച്ചാണ്. കട്ടി കൂടിയ മാധ്യമത്തിൽ എത്തുമ്പോൾ വേഗത കുറയുകയോ ചെയ്യുന്നത്. വായുവിൽ നല്ല വേഗതയാണ്, ശൂന്യതയിൽ ഏറ്റവും കൂടുതൽ വേഗതയാണ്. വായുവിൽ എത്തുമ്പോൾ വേഗത കുറച്ച് കുറയും, വെള്ളത്തിലെത്തുമ്പോൾ വീണ്ടും കുറയും, ഗ്ലാസ്സിലേക്ക് കയറുമ്പോൾ വീണ്ടും വേഗത കുറയും. വജ്രത്തിൽ, നല്ല കട്ടിയുള്ള വജ്രത്തിനകത്ത് വേഗത വളരെ കുറവാണ്. ആർക്ക്? പ്രകാശത്തിന്. അപ്പോൾ ഇത് രണ്ടും നേരെ തിരിച്ചാണ്, തല തിരിച്ചാണ്. ശബ്ദത്തിന് കട്ടി കൂടുമ്പോൾ വേഗത കൂടിക്കൂടി വരും. പ്രകാശത്തിന് മാധ്യമത്തിൻ്റെ കട്ടി കൂടുമ്പോൾ വേഗത കുറഞ്ഞു കുറഞ്ഞു വരും. ഇതൊക്കെ ചോദ്യമായിട്ട് വരുന്നതാണ്. അനുബന്ധ വിവരങ്ങളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള ബാങ്ക് OA എക്സാമിന് ചോദിച്ച ഫിസിക്സിലെ ചോദ്യം: ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചെരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നി. കാരണം? നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അറിയാം, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് അപവർത്തനത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നത് പോലും. എൻട്രിയിലെ നമ്മുടെ ക്ലാസ്സുകളിൽ ഇരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഈ ഒരു ചിത്രം കാണിച്ചിട്ട്, ഏതാണ്, ഒരു ബീക്കറിൽ ഒരു പെൻസിൽ വളഞ്ഞിരിക്കുന്ന ചിത്രം കാണിച്ചിട്ടാണ് അപവർത്തനം എന്ന് സംസാരിച്ച് തുടങ്ങുന്നത് പോലും. ഒരു സംശയവും കാണില്ല ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്ക് ഏതാണ് ആൻസർ. അപവർത്തനമാണ് ആൻസർ എന്ന് മനസ്സിലാക്കാൻ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പ്രകാശത്തിന് വളവുണ്ടാവുന്നത്, പ്രകാശം പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നത്, പ്രകാശത്തിന് പാതാ വ്യതിയാനം സംഭവിക്കുന്നത്, പ്രകാശം അത് നേരെ പോകുന്നതിന് പകരം വളഞ്ഞു പോകുന്നത് എന്ത് കാരണമാണ്? അപവർത്തനം മൂലമാണ്. അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ പാതാ വ്യതിയാനത്തിന് പറയുന്ന പേരാണ് അപവർത്തനം. വഴിതെറ്റുക, ഇതാണ് അപവർത്തനത്തിൻ്റെ അർത്ഥം. വഴിതെറ്റിപ്പോവുക. എന്താ വഴി? പ്രകാശത്തിൻ്റെ വഴി എന്താ? നേർരേഖയിലാണ് പ്രകാശം പോകേണ്ടത് എന്നാണ് പറയുക. പ്രകാശം ഇങ്ങനെ വളഞ്ഞു പോകുന്നതിന് പറയുന്ന പേരാണ് എന്ത്? അപവർത്തനം. ഇങ്ങനെ വളയാൻ കാരണം എന്താണ്? മാധ്യമത്തിലെ സാന്ദ്രതയുടെ വ്യത്യാസം. ഒരേ സാന്ദ്രതയുള്ള മാധ്യമത്തിലൂടെ പോകുമ്പോൾ പ്രകാശം വളയില്ല. സാന്ദ്രതാ വ്യത്യാസം വന്നാൽ പ്രകാശം വളയും. അതിനാണ് അപവർത്തനം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട്, ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ മറ്റൊരു ചോദ്യം. ഇപ്പോൾ ഈ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഒരു ബീക്കറിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്തൊരു പെൻസിൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെയാണ് നോർമലി നമ്മൾ കാണേണ്ടതെങ്കിലും ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതായിട്ട് കാണപ്പെടും. ഇവിടെ ഒരു വളവ് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് ആ വളവ് ഫീൽ ചെയ്യുന്നത്? ആ വെള്ളത്തിലൂടെ കടന്നാണ് പ്രകാശം വായുവിലേക്ക് കയറി നമ്മുടെ കണ്ണിലെത്തുന്നത്. അപ്പോൾ രണ്ട് മാധ്യമമുണ്ട്. പെൻസിലിൽ നിന്ന് വരുന്ന പ്രകാശം വെള്ളത്തിലൂടെ വന്ന് വായുവിലേക്ക് കടന്നാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. അപ്പം മാധ്യമത്തിൽ വ്യത്യാസം വന്നു, സാന്ദ്രതയിൽ വ്യത്യാസം വന്നു, പ്രകാശം വളഞ്ഞു. നമ്മുടെ കണ്ണിലെത്തുന്നതിന് മുമ്പ് പ്രകാശം വളഞ്ഞപ്പോൾ നമ്മൾ ആ വസ്തുവിനെയും വളഞ്ഞു കണ്ടു. അഥവാ വെള്ളത്തിനകത്തുള്ള പെൻസിലിൻ്റെ ഭാഗം നമ്മൾ കൃത്യമായ സ്ഥാനത്തല്ല കണ്ടത്, യഥാർത്ഥ സ്ഥാനത്തല്ല കണ്ടത്, വളഞ്ഞിരിക്കുന്ന സ്ഥാനത്താണ് നമ്മൾ കണ്ടത്. അതാണ് പെൻസിൽ വളഞ്ഞു കാണാനുള്ള കാരണം. അപ്പം ഇങ്ങനെയുള്ള ഏത് വളഞ്ഞുള്ള കാഴ്ചയും ഏത് മായ കാഴ്ചയും ഉണ്ടാക്കുന്നത് അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുന്നതായിട്ട് തോന്നുന്നു. അടുത്ത് വന്നൊരു ചോദ്യമാണ്. നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുന്നതായിട്ട് തോന്നുന്നു.
നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുകയല്ല ചെയ്യുന്നത്. നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലേക്ക് കടന്ന് അന്തരീക്ഷത്തിൽ വെച്ച് അപവർത്തനം നടക്കുമ്പോൾ നമുക്കതിങ്ങനെ മിന്നുന്നത് പോലെ തോന്നുക ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണം അപവർത്തനമാണ്. മരീചികയ്ക്ക് കാരണം അപവർത്തനമാണ്. മരീചിക എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലും ചൂടുള്ള പ്രദേശത്തും ഒക്കെ കാണുന്ന ഒരു മായക്കാഴ്ചയാണ് മരീചിക, മിറാഷ്. അതിന് കാരണം അപവർത്തനമാണ്. അപവർത്തനം നടന്ന് പൂർണ്ണാന്തര പ്രതിപതനം നടന്നാണ് നമ്മുടെ കണ്ണിലേക്ക് പ്രകാശം വരുന്നത്. ആ കണ്ണിലേക്ക് വരുന്ന പ്രകാശം നമുക്ക് മരുഭൂമിയിൽ വെള്ളമുള്ളതുപോലെയുള്ള ഒരു മായക്കാഴ്ച ഉണ്ടാക്കുന്നു. അത് അപവർത്തനം മൂലമാണ്. അപ്പോൾ ഇവിടെ അപവർത്തനത്തിൻ്റെ കൂടെ പ്രകീർണനവും വിസരണവും തന്നിട്ടുണ്ട് ഓപ്ഷൻസ് ആയിട്ട്. ഇനി ഒരു ഓപ്ഷൻ തരുന്നത് എന്താണ്? പൂർണ്ണ ആന്തര പ്രതിപതനമാണ്. ഇതാണ് സ്ഥിരം ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ തന്നിരിക്കുന്നതെല്ലാം ചോദ്യം വരുന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസങ്ങളാണ്. പ്രകാശത്തിൻ്റെ അപവർത്തനത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അപവർത്തനത്തിന് മുമ്പ് നമ്മൾ പ്രകാശത്തെക്കുറിച്ച് പഠിക്കുന്ന വാക്കാണ് പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. പ്രതിഫലനം എന്നോ പ്രതിപതനം എന്നോ പഠിക്കും. റിഫ്ലക്ഷൻ, പ്രകാശം ചെന്ന് തട്ടി തിരിച്ചു വരുന്നതാണ് റിഫ്ലക്ഷൻ. ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരിക. ഒരു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്ന പ്രതലം, സ്മൂത്തായിട്ടുള്ള കണ്ണാടി പോലെയുള്ള, അതല്ലെങ്കിൽ അതുപോലെ സ്മൂത്തായിട്ടുള്ള ചുമര്, മാർബിൾ, അതുപോലെ സ്മൂത്തായിട്ടുള്ള പരുപരിപ്പില്ലാത്ത പ്രതലങ്ങളിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്നതിന് പറയുന്ന പേരാണ് പ്രതിപതനം. കണ്ണാടി പ്രവർത്തിക്കുന്നത് പ്രതിപതനം അനുസരിച്ചാണ്. കണ്ണാടിയിൽ തന്നെ പലതരം കണ്ണാടികളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമതല ദർപ്പണം, കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? പ്രതിപതനം ചെയ്യുന്നു. ഒരു പ്രതിപതന നിയമമുണ്ട്, ഇതും ഓർക്കണം ഇതിൻ്റെ കൂടെ. എന്താണ്? പതന കോൺ സമം പ്രതിപതന കോൺ. പതന കോൺ സമം പ്രതിപതന കോൺ എന്ന് പറയുന്ന ഒരു പ്രതിപതന നിയമമുണ്ട്. I സമം R. ഇതൊക്കെ പ്രതിപതനവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരും. പിന്നെ ഉള്ളത് അപവർത്തനം നമ്മൾ പറഞ്ഞു. പൂർണ്ണ ആന്തര പ്രതിപതനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ. പൂർണ്ണ ആന്തര പ്രതിപതനം എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാതെ പ്രകാശം അകത്തേക്ക് തന്നെ പ്രതിപദിക്കുന്നതിനാണ് പൂർണ്ണ ആന്തര പ്രതിപതനം എന്ന് പറയുന്നത്. ഇത് നടക്കുന്ന ഒരു ഉദാഹരണം വജ്രം. മറ്റൊരെണ്ണം സ്ഥിരം ചോദ്യം വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം ഏത് എന്നൊക്കെയാണ് ചോദ്യം വരിക. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് പൂർണ്ണ ആന്തര പ്രതിപതനവുമായി ബന്ധപ്പെട്ട്. പ്രകീർണനമാണ് അടുത്ത പ്രകാശത്തിന്റെ പ്രതിഭാസം. പ്രകീർണനം എന്താ? പ്രകീർണനം പ്രകാശം അപവർത്തനത്തിന് വിധേയമാവുമ്പോൾ ആ പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ ഓരോന്നും പിരിഞ്ഞു പോകുന്നതിന് പറയുന്ന പേരാണ് പ്രകീർണനം. പ്രകാശത്തിന് അപവർത്തനം നടക്കുമ്പോൾ പ്രകാശം വളയും. പക്ഷേ ഈ പ്രകാശത്തിനകത്ത് ഒന്നിൽ കൂടുതൽ ഘടകവർണ്ണങ്ങൾ ഉണ്ടെങ്കിൽ അവർ പിരിഞ്ഞു പോവും അങ്ങനെ വളയുമ്പോൾ. ഇത് പ്രിസത്തിൽ നടക്കാം, മഴത്തുള്ളിയിൽ നടക്കാം. മഴത്തുള്ളിയിൽ നടന്നാൽ അതിനെ നമ്മൾ മഴവില്ലെന്ന് വിളിക്കും. അപ്പോൾ മഴവില്ലിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ് മഴവില്ലിന് കാരണമായത്. പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്നതിന് കാരണം ഒക്കെ ഏതാണ്? ഈ പ്രകാശത്തിൻ്റെ പ്രകീർണനമാണ്. മുൻപ് അടുത്ത പരീക്ഷകളിൽ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ ഒരെണ്ണം പ്രകാശത്തിൻ്റെ വിസരണം. മറ്റൊരു ചോദ്യം വിസരണം. സ്കാറ്ററിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ചിതറിത്തെറിക്കുക എന്നോർത്ത് വയ്ക്കുക. പ്രകാശം ചിതറിത്തെറിക്കുന്നു. പ്രകാശത്തിലെ തരംഗദൈർഘ്യം കുറഞ്ഞ, ശക്തി കുറഞ്ഞ ഘടകവർണ്ണങ്ങൾ. ഇപ്പോൾ വിബ്ജിയർ എന്ന് എഴുതുമ്പോൾ വിബ്ജിയറിനകത്തുള്ള ആദ്യത്തെ ആളുകൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഇവർക്ക് തരംഗദൈർഘ്യം കുറവാണ്. ഇവർ ഒരു മാധ്യമത്തിലൂടെ പോകുമ്പോൾ അവിടെയുള്ള കണങ്ങളിൽ തട്ടി ചിതറിത്തെറിക്കുന്നതിനാണ് വിസരണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വിസരണം മൂലമാണ് നീല ആകാശം, അതേപോലെ നീല കടൽ ഒക്കെ നമുക്ക് തോന്നുന്നത്. ആകാശത്തിന് നീല നിറമുള്ളതായിട്ടും കടലിന് നീല നിറമുള്ളതായിട്ടും ഒക്കെ തോന്നുന്നത് വിസരണം മൂലമാണ്. അതേപോലെ സൂര്യന് ചുവപ്പ് നിറം, ചുവപ്പ് സൂര്യൻ, രാവിലെയും വൈകുന്നേരവും ചുവന്ന സൂര്യനെ നമ്മൾ കാണുന്നത് ഇതേ വിസരണം മൂലമാണ്. വിസരണം നടക്കാത്ത ചുവപ്പ് കൂടുതൽ ദൂരം സഞ്ചരിച്ച് നമ്മുടെ കണ്ണിലേക്ക് രാവിലെയും വൈകുന്നേരവും എത്തുന്നത് കൊണ്ടാണ് സൂര്യനെ നമ്മൾ ചുവന്ന നിറത്തിൽ കാണുന്നത്. ഇതൊക്കെ ഈ ഭാഗത്തു നിന്ന് പ്രകാശ പ്രതിഭാസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മറ്റ് രണ്ട് ഉപകരണങ്ങൾ കൂടി ഇവിടുന്ന് ഈ അടുത്ത കാലത്ത് വന്ന ചോദ്യത്തിൽ മുകളിൽ ഈ പ്രതിപതനം നമ്മൾ പറഞ്ഞില്ലേ, പ്രകാശം തട്ടി തിരിച്ചു വരുന്നത്. അവിടെ കാലിഡോസ്കോപ്പ് ഒരു ഉപകരണം, കാലിഡോസ്കോപ്പ്. പിന്നെ ഒരു ഉപകരണം പെരിസ്കോപ്പ്. ഈ രണ്ട് ഉപകരണങ്ങൾ പ്രകാശത്തിൻ്റെ പ്രതിപതനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇതിൽ കാലിഡോസ്കോപ്പിനെ ആവർത്തന പ്രതിപതനം എന്ന് പറയും.
ഒരു പ്രതിപതനമല്ല, ഒന്നിൽ കൂടുതൽ പ്രതിപതനം നടക്കുമ്പോഴാണ് കാലിഡോസ്കോപ്പിൻ്റെ പ്രവർത്തനം. പെരിസ്കോപ്പ് പ്രതിപതനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം. ഈ രണ്ടെണ്ണം കണ്ടിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഈ ചതുരത്തിലുള്ള കണ്ണാടിയുടെ കഷ്ണങ്ങൾ ഒരു 3 എണ്ണം ചേർത്ത് വെച്ചിട്ട് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ചുറ്റിയിട്ട്, സെല്ലോ ടാപ്പ് വെച്ച് ചുറ്റിയിട്ട് അതിനുള്ളിലേക്ക് പൊട്ടിച്ച വളച്ചില്ലുകളോ അതല്ലെങ്കിൽ മഞ്ചാടിക്കുരുവോ ഒക്കെ അതിനുള്ളിലേക്ക് ഇട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രതിപതനം കാരണം, റിഫ്ലക്ഷൻ കാരണം നമുക്ക് നല്ല അടിപൊളി വർണ്ണക്കാഴ്ച കിട്ടുന്ന ഉപകരണം. അതാണ് കാലിഡോസ്കോപ്പ്. ആ കാലിഡോസ്കോപ്പ് അപ്പോൾ പ്രവർത്തിക്കുന്നത് പ്രകാശത്തിൻ്റെ പ്രതിപതനം മൂലമാണ്. ആ കണ്ണാടികളിൽ തട്ടിയിടാവുന്ന, കണ്ണാടിയുടെ നമ്മളിങ്ങനെ ചേർത്ത് വെച്ച കഷ്ണങ്ങളിൽ തട്ടിയുണ്ടാവുന്ന പ്രതിപതനം മൂലമാണ് അത് പ്രവർത്തിക്കുന്നത്. പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഒരു മതിലിന് അപ്പുറത്തുള്ള കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ്. അതും കണ്ണാടി ഉപയോഗിച്ചാണ്. ആ പെരിസ്കോപ്പ് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ഇവിടെ വരയ്ക്കാം. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് പെരിസ്കോപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രകാശം വന്ന് ഒരു കണ്ണാടിയിൽ തട്ടി, താഴത്തെ കണ്ണാടിയിൽ തട്ടി നമ്മുടെ കണ്ണിലേക്ക് വരും. അപ്പോൾ നമ്മൾ അത് മതിലിനപ്പുറത്തുള്ള കാഴ്ച കാണാൻ വേണ്ടി അത് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇത് അന്തർവാഹിനികളിലൊക്കെ, വെള്ളത്തിനടിയിലുള്ള അന്തർവാഹിനി മുകളിലുള്ള കാഴ്ച കാണാൻ വേണ്ടി ഇതേ പെരിസ്കോപ്പിൻ്റെ പ്രവർത്തനം ഉപയോഗിക്കുന്നുണ്ട്. അവിടെയും പ്രകാശത്തിൻ്റെ എന്താണ് നടക്കുന്നത്? പ്രതിപതനമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഈ ചോദ്യങ്ങൾ ഇനി വരും പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പർ അപഗ്രഥനവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കോൺഫിഡൻസോടുകൂടെ തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എൻട്രിയുടെ വളരെ വളരെ ഫീസിബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാത്ത കോഴ്സുകൾ നിരന്തരമായിട്ട് വരുന്ന, അടുപ്പിച്ച് വരുന്ന പരീക്ഷകൾക്കൊക്കെ, എല്ലാ പരീക്ഷകൾക്കും, എല്ലാ PSC പരീക്ഷകൾക്കും, ടെക്നിക്കൽ എക്സാമുകൾക്കും, ടീച്ചിങ് എക്സാമുകൾക്കും എല്ലാമുള്ള കോഴ്സുകൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. കോഴ്സുകൾ നോക്കുക. താല്പര്യമുള്ളവർ അത് ജോയിൻ ചെയ്യുക. കൂടുതൽ റെക്കോർഡഡ് ക്ലാസ്സുകളും റിവിഷൻ ഗോൾഡ് ബാച്ച് ക്ലാസ്സുകളെല്ലാം എൻട്രി ആപ്പിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. പ്രഗത്ഭരായ PSC അധ്യാപകരുടെ, കേരളത്തിലെ PSC അധ്യാപകരുടെ നേതൃത്വത്തിൽ. ദിസ് ഈസ് സന്തോഷ് സേതു മാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി. താങ്ക് യു വെരി മച്ച്.